സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ പന്തളം കൊട്ടാരം പങ്കെടുക്കില്ല. പന്തളം കൊട്ടാരം പ്രധാനമായും ആവശ്യപ്പെട്ട കാര്യം കേസുകൾ പിൻവലിക്കുക എന്നതായിരുന്നുവെന്ന് കൊട്ടാരം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഗോകുൽ രമേശ് ചേരുന്നു പത്തനംതിട്ടയിൽ നിന്നും. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനായി ഗോകുലിലേക്ക് എത്താം. സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ പന്തളം കൊട്ടാരം പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പന്തളം കൊട്ടാരം പ്രധാനമായും ആവശ്യപ്പെട്ട കാര്യം കേസുകൾ പിൻവലിക്കുക എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ പന്തളം കൊട്ടാരം പങ്കെടുക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. വാർത്താക്കുറിപ്പിലൂടെയാണ് അക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. 10,000-കണക്കിന് കേസുകളാണ് അന്നത്തെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരായ ഭക്തർക്ക് നേരെ അന്ന് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നത്. ഗൂഗിൾ ചേരുന്ന വിവരങ്ങളുമായി. ഗൂഗിൾ, സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ പന്തളം കൊട്ടാരം പങ്കെടുക്കില്ല എന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത്? രോഹിണി, ഏറ്റവും പ്രധാനമായിട്ട് സർക്കാരിൻ്റെ ആഗോള സംഗമത്തിലേക്ക് പങ്കെടുക്കില്ല എന്നുള്ള നിലപാട് പന്തളം കൊട്ടാരം അറിയിച്ചിരിക്കുകയാണ്. ഔദ്യോഗികമായിട്ടുള്ള പത്രക്കുറിപ്പിലൂടെ തന്നെയാണ് കൊട്ടാരം നിലപാട് അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും കൊട്ടാരം സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ, അതിൽ തീരുമാനം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഈ നിലപാട് എന്നുള്ള കാര്യം ആ പത്രക്കുറിപ്പിൽ നിന്നും വ്യക്തമാണ്. അതായത് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പന്തളം കൊട്ടാരത്തിൽ എത്തിക്കൊണ്ട് കൊട്ടാരം പ്രതിനിധികളെ ഈ പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ഔദ്യോഗികമായി തന്നെ ക്ഷണിച്ചിരുന്നു. പക്ഷേ ആ വേളയിൽ തന്നെ കൃത്യമായിട്ട് ഈ 2018 യുവതീ പ്രവേശന കാലയളവിൽ ഈ സാധാരണക്കാരായിട്ടുള്ള ഭക്തർക്കെതിരായിട്ട് സർക്കാർ അനധികൃതമായിട്ട് ചുമത്തിയിട്ടുള്ള കേസുകൾ അവ പിൻവലിക്കണമെന്നുള്ളൊരു ആവശ്യം പ്രധാനമായിട്ടും കൊട്ടാരം പ്രതിനിധികൾ ഈ സർക്കാരിനോടും ദേവസ്വം ബോർഡിനും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് നേരിട്ടാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ആ കാര്യം കൃത്യമായി സർക്കാരുമായി ആലോചിച്ച് അനുഭാവപൂർണ്ണമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുമെന്ന് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉറപ്പ് നൽകിയിരുന്നതുമാണ്. പക്ഷേ ഇതിൽ ഇതുവരെയും ഒരു നിലപാടും ഉണ്ടായിട്ടില്ല. മാധ്യമങ്ങളിൽ നിന്നും മാധ്യമ വാർത്തകളിൽ നിന്നും അതേ നിലപാട് തന്നെ സർക്കാർ തുടരും, അല്ലെങ്കിൽ കേസുകൾ പിൻവലിക്കാനായിട്ട് തങ്ങൾ തയ്യാറല്ല സർക്കാർ എന്നുള്ള നിലപാട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു നിലപാട് തുടരുന്നത് വലിയ പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനാജനകമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് സർക്കാർ കൈക്കൊള്ളുന്നതെന്നും ഈ പന്തളം കൊട്ടാരം ഔദ്യോഗികമായിട്ടും ഇന്നിപ്പോൾ പുറത്തിറക്കിയിട്ടുള്ള പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും കൊട്ടാരത്തിൻ്റെ ഈ ഒരു നിലപാടിന് പിന്നിൽ, അല്ലെങ്കിൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള നിലപാടിന് പിന്നിൽ ആ കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും ഉള്ളത് എന്ന് ആ പത്രക്കുറിപ്പ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാകുകയും ചെയ്യുന്നുണ്ടാവും. അതുമാത്രമല്ല, നിലവിൽ കൊട്ടാരത്തിലെ 2 അംഗങ്ങൾ അവർ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നിര്യാണം സംഭവിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അവരുടെ നിര്യാണത്തെ തുടർന്നുണ്ട് കൊട്ടാരത്തിൽ അശുദ്ധിയുണ്ട്. കൊട്ടാരത്തിലെ അംഗങ്ങൾക്ക് അശുദ്ധിയുണ്ട്. അതുകൊണ്ട് തന്നെ അത് സെപ്റ്റംബർ 27 ശേഷം മാത്രമേ അശുദ്ധി മാറുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാനായിട്ട് ആചാരപരമായിട്ടുള്ള ചില തടസ്സങ്ങൾ കൂടിയിട്ടുണ്ട്. ആ രീതിയിലുള്ള തടസ്സങ്ങൾ കൂടിയിട്ടുണ്ട്. അതും ഒരു കാരണമായിട്ട് കൊട്ടാരം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറെ ശ്രദ്ധേയമായിട്ട് എന്തായാലും കൊട്ടാരം പ്രധാനപ്പെട്ടും എടുത്തു പറഞ്ഞിരിക്കുന്നത് ഈ സർക്കാർ നിലപാടിൽ മാറ്റമില്ലാതെ തുടരുന്നത് തന്നെയാണ്. യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുക എന്നുള്ള നിലപാടിൽ മാറ്റമില്ലാതെ സർക്കാർ തുടരുന്നത് തന്നെയാണ് ഈ കൊട്ടാരത്തിൻ്റെ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ കാരണമെന്നുള്ള കാര്യമാണ് എന്തായാലും കൊട്ടാരം പ്രതിനിധികൾ ഔദ്യോഗികമായിട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറെ നിരാശാജനകവും അതോടൊപ്പം തന്നെ പ്രതിഷേധാർഹവും വേദനാജനകവുമായിട്ടുള്ള ഒരു നിലപാടാണ് സർക്കാർ കൈക്കൊള്ളുന്നതെന്നാണ് ഈ കൊട്ടാരം ഔദ്യോഗികമായിട്ട് പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആ സർക്കാരിൻ്റെ നിലപാടുകളെ വിമർശിച്ചുകൊണ്ട് തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് തങ്ങൾ ഇല്ല എന്നുള്ളൊരു നിലപാട് കൊട്ടാരം ഔദ്യോഗികമായിട്ട് ഇപ്പോൾ പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. കൊട്ടാരം നിർവാഹക സംഘം പ്രസിഡന്റാണ് സുരേഷ് വർമ്മയാണ് ഈ ഔദ്യോഗികമായിട്ടുള്ള ഈ പത്രക്കുറിപ്പ് ഇപ്പോൾ അല്പസമയം മുമ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. രോഹിണി, വിവരങ്ങൾ നൽകിയത്.